ഹലോ ഗൈസ്, ഇന്നൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടല്ലോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ലെമൺ ജ്യൂസ്, മല്ലിപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊന്നും ഞാൻ ആഡ് ചെയ്യാറില്ല. പിന്നെ കുറച്ച് വെള്ളവും കൂട്ടിയിട്ട് ഫസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചെയ്യുന്ന അടുത്ത പണി എന്ന് വെച്ചാൽ ഉള്ളിയും തക്കാളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു 2 വിസിൽ വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം ബിരിയാണി ഉണ്ടാക്കുന്നവർക്ക് അറിയാം ഏറ്റവും കൂടുതൽ ടൈം പോകുന്നത് ഈ ഉള്ളി വഴന്ന് കിട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന പ്രോസസ്സ് കുറച്ചുകൂടി സിമ്പിൾ ആവുകയും ബിരിയാണി കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. പിന്നീട് ബിരിയാണി റൈസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബിരിയാണി റൈസ് ആയാലും നെയ്ച്ചോറായാലും ഞാൻ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുക. നമുക്ക് 1 ഗ്ലാസ് അരി മതിയാവും 2 പേർക്ക്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് നോർമൽ പച്ചവെള്ളമാണ് ഞാൻ യൂസ് ചെയ്യാറ് കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ആവശ്യത്തിന് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് സ്പൈസസ്, എൻ്റെ കയ്യിൽ ബേ ലീവ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അളന്ന് വെച്ച 1 ഗ്ലാസ് അരിയും ആ അളവിലെടുത്ത 1.5 ഗ്ലാസ് പച്ചവെള്ളവും ഉപ്പും ലെമൺ ജ്യൂസും ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ. അപ്പാടെ തന്നെ കുക്കർ ഓഫ് ചെയ്ത് ആ എയർ ഫുള്ള് പോകുന്നത് വരെ കുക്കർ ഓപ്പൺ ചെയ്യാണ്ട് എയർ പോയതിന് ശേഷം തുറന്നാൽ കറക്റ്റ് അതേ പാകത്തിന് അടിക്കൊന്നും പിടിക്കാതെ നമുക്ക് റൈസ് കിട്ടുന്നതായിരിക്കും. ഞാനിതിപ്പോൾ 1 ഗ്ലാസിൻ്റെ അളവാണ് ഈ വെള്ളത്തിൻ്റെ കണക്ക് പറഞ്ഞത്. 2-3 ഗ്ലാസ് അരിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 ഗ്ലാസിൻ്റെ ഇരട്ടി 4 ഗ്ലാസ് വെള്ളത്തിൽ 1 ഗ്ലാസ് വെള്ളം കുറച്ച്, അതായത് 3 ഗ്ലാസ് വെള്ളം. 3 ഗ്ലാസ് അരിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 3 ഗ്ലാസിൻ്റെ ഇരട്ടി 6 ഗ്ലാസ് വെള്ളത്തിൻ്റെ 1 ഗ്ലാസ് വെള്ളം കുറച്ച് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഇതേപോലെ ചോറ് ഉണ്ടാക്കി നോക്കിയിട്ട് അത് സക്സസ് ആവുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് അടുത്ത പ്രോസസ്സ്, ഒരു ചട്ടിയിൽ എണ്ണയും ഗീയും ഒഴിച്ച് ഉള്ളി ഫ്രൈ ചെയ്യും. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഹാഫ് ഫ്രൈ ആകുമ്പോൾ അതിലോട്ട് കാഷ്യൂസ് ആഡ് ചെയ്യുക. അത് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. റൈസിൻസ് മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായി. അപ്പോൾ അതും കൂടി ഞാൻ ഒണിയൻ്റെ കൂടെ ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തു. ഇങ്ങനെ ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ടൈം കുറച്ചുകൂടി സേവ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് പണി കുറച്ചുകൂടി എളുപ്പമാവും. ഫ്രൈ ചെയ്ത് മാറ്റിയെടുത്തതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. ആ സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ട് ചോറ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടായിനി. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റി ആ ഓയിലിൽ തന്നെ നമ്മുടെ ഓൾറെഡി വേവിച്ച ഉള്ളിയും തക്കാളിയും അതിലോട്ട് ആഡ് ചെയ്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് പിന്നെ ഗരം മസാല, നമ്മൾ ഫ്രൈ ചെയ്ത ഓണിയൻസ് ഇല്ലേ അതിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്താൽ ആ മസാലക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അതൊരു ടിപ്പ് പോലെയാണ്. ഉണ്ടാക്കാത്തവരാണ് അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതും കൂടി ഇട്ട് ചിക്കനും ഇട്ട് മല്ലിയിലയും പുതിനയിലയും ഗരം മസാലയൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ നമ്മുടെ മസാല റെഡിയാവും. അതേ കുക്കറിൽ തന്നെയാണ് ഞാൻ ദം ചെയ്യാൻ പോണം. ദമ്മ് ജസ്റ്റ് ഒരു ചെറിയൊരു ദമ്മാണ്. അപ്പം ആ റൈസ് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ കുക്കറിലോട്ട് ഫസ്റ്റ് നമ്മുടെ മസാല, ചിക്കൻ്റെ മസാല ആഡ് ചെയ്ത് അതിലോട്ട് ഒരു ലെയർ റൈസ് ഇട്ട് അതിൻ്റെ മേലെ കുറച്ച് ഗീ, മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത ഓണിയൻ, റൈസിൻസ്, പിന്നെ ഒരു പിഞ്ച് ബിരിയാണി മസാല ആഡ് ചെയ്ത് പിന്നെ നമ്മുടെ ബാക്കിയുള്ള റൈസും കൂടി അതിൻ്റെ മേലെ ഇട്ട് ഇതേ പ്രോസസ്സ്, അതായത് നെയ്യ്, ബിരിയാണി മസാല, മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത ഓണിയൻസൊക്കെ ആഡ് ചെയ്ത് കുക്കർ ഒന്ന് ക്ലോസ് ചെയ്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ കുക്കർ അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാണ്. ഞാൻ ബിരിയാണി റെസിപ്പി പറഞ്ഞു എന്ന് വെച്ച് ഞാൻ കുക്കിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ട് ആണെന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. ബിരിയാണി ഞാൻ പണ്ട് തൊട്ടേ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളും ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.